ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. വെനസ്വേലയിലെ US സൈനിക നടപടിയിൽ UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം നാളെ. വെനസ്വേല യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാരോട് വിദേശകാര്യ മന്ത്രാലയം. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ECI നെറ്റ് ആപ്പിനെക്കുറിച്ച് ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ ഈ മാസം 22 വരെ സമർപ്പിക്കാം. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. സംസ്ഥാന ബജറ്റ് ജനുവരി 29-ന്. കാഴ്ച പരിമിതരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് അന്താരാഷ്ട്ര ബ്രെയിലി ദിനം. ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. വെനസ്വേലയിലെ US സൈനിക നടപടി സംബന്ധിച്ച് നാളെ ചേരുന്ന UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം ചർച്ച ചെയ്യും. കൌൺസിലിൽ സ്ഥിരാംഗമല്ലാത്ത കൊളംബിയയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് യോഗം വിളിച്ചത്. സ്ഥിരാംഗങ്ങളായ ചൈനയും റഷ്യയും ഈ ആവശ്യത്തിന് പിന്തുണ നൽകി. വിശദാംശങ്ങളിലേക്ക്. വെനസ്വേലയിലെ US സൈനിക നടപടി അപകടകരമായ കീഴ്വഴക്കമെന്നായിരുന്നു UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ പ്രതികരണം. അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കപ്പെടാത്തതിൽ വലിയ ഉത്കണ്ഠയുണ്ടെന്നും US നടപടി ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. വെനസ്വേലയിൽ സമാധാനം, നീതി, സുരക്ഷിതമായ അധികാര കൈമാറ്റം എന്നിവ ഉറപ്പാക്കാൻ അമേരിക്ക വെനസ്വേലയെ താൽക്കാലികമായി നിയന്ത്രിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിൽ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കാൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് വെനസ്വേല സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അധികാര തുടർച്ച ഉറപ്പാക്കുന്നതിനും സംയുക്ത പ്രതിരോധത്തിനുമായി ഡെൽസി റോഡ്രിഗസ് രാജ്യത്തിന്റെ പ്രസിഡന്റ് ചുമതല നിർവഹിക്കുമെന്ന് കോടതി ഉത്തരവിൽ അറിയിച്ചു. അതേസമയം US പിടിയിലായ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോ, ഭാര്യ സിലിയ ഫ്ലോറസ് എന്നിവരെ ബ്രൂക്ലിനിലുള്ള തടവറയിലേക്ക് മാറ്റി. മയക്കുമരുന്ന്, ആയുധ കുറ്റങ്ങളിൽ ഇരുവരെയും മാൻഹട്ടൻ ഫെഡറൽ കോടതി വിചാരണ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യൻ പൌരന്മാർ വെനസ്വേലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും നിലവിൽ അവിടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. അടിയന്തര ആവശ്യങ്ങൾക്ക് കാരക്കാസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടേണ്ടതാണ്. എംബസിയുടെ ഇമെയിൽ വിലാസമായ cons@caracas@mea.gov.in വഴിയും 584129584288 എന്ന നമ്പറിലൂടെയും ബന്ധപ്പെടാവുന്നതാണ്. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 11 വരെ വാരാണസിയിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള 58ഓളം പുരുഷ, വനിതാ ടീമുകളിലായി 1000-ലേറെ കായിക താരങ്ങൾ ഇക്കുറി കളത്തിലിറങ്ങും. രാജ്യത്തെ 3 പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ പിന്തുണയോടെ സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ സമയബന്ധിതമായ നീതി ഉറപ്പാക്കാൻ 2029 പ്രത്യേക സംവിധാനം കൊണ്ടുവരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ശ്രീവിജയപുരത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2029 എല്ലാ സംസ്ഥാനങ്ങളിലും ഫോറൻസിക് സർവകലാശാലയോ കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയോ സ്ഥാപിക്കുമെന്നും ശ്രീ അമിത് ഷാ അറിയിച്ചു. തൊഴിലാളികളെ നിരന്തരം ഒഴിവാക്കിയും ചൂഷണം നടത്തിയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഴിമതിയുടെ പര്യായമായി മാറിയെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പുതുതായി നടപ്പിലാക്കിയ VBG റാംജി നിയമം സംബന്ധിച്ച് കോൺഗ്രസ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭീമമായ ബജറ്റ് ഉണ്ടായിട്ടും ഗ്രാമങ്ങളുടെ ദീർഘകാല വികസനത്തിന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സാധിച്ചില്ലെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. പഞ്ചായത്ത് രാജ് ഭേദഗതി ബിൽ 2026 ഉൾപ്പെടെ 4 ബില്ലുകൾ തെലങ്കാന നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. ഇതോടെ 2-ൽ കൂടുതൽ കുട്ടികളുള്ള സ്ഥാനാർത്ഥികളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്ന 2 ചൈൽഡ് നോം അസാധുവാകും. 1980-90കളിലെ ജനസംഖ്യാ വർധന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി 1994-ലാണ് ഈ നിയന്ത്രണം നടപ്പിലാക്കിയതെന്ന് ബിൽ അവതരണ വേളയിൽ തെലങ്കാന പഞ്ചായത്ത് രാജ് മന്ത്രി അനസൂയ സീതക്ക പറഞ്ഞു. ശ്രീലങ്കൻ ജയിലുകളിൽ തടവിലാക്കപ്പെട്ട മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും ഉടൻ മോചിപ്പിക്കുന്നതിനായി നയതന്ത്ര മാർഗങ്ങളിലൂടെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന പിടികൂടിയ സംഭവങ്ങൾ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് അയച്ച കത്തിൽ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി.
നിലവിൽ 73 മത്സ്യത്തൊഴിലാളികളുടെ 251 മത്സ്യബന്ധന ബോട്ടുകൾ ശ്രീലങ്കൻ സർക്കാരിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വികസന യാത്രയിലെ നിർണായക വർഷമായിരുന്നു 2025. നയങ്ങളെ പുരോഗതിയിലേക്കും ലക്ഷ്യങ്ങളെ ഫലപ്രാപ്തിയിലേക്കും നയിച്ച വർഷത്തെക്കുറിച്ച് ആകാശവാണി പരിഷ്കരണ വർഷം പ്രത്യേക പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഗോള നേതാവായി ലോകം നോക്കിക്കണ്ടതിനെക്കുറിച്ചാണ്. നിർണായക സാമ്പത്തിക നേതൃത്വം മുതൽ നയതന്ത്രം വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര ശ്രദ്ധയും ആദരവും ആകർഷിച്ച വർഷമായിരുന്നു 2025. GST ഘടന, 4 തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കൽ തുടങ്ങിയ പ്രധാന പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ 8.2% എന്ന ശ്രദ്ധേയമായ GDP വളർച്ചാ നിരക്കിലേക്ക് ഉയർത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ECI നെറ്റ് ആപ്പ് ഡൌൺലോഡ് ചെയ്യാനും ആപ്പിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാനും പൌരന്മാരെ ക്ഷണിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം 10 വരെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ്, C-വിജിൽ, സക്ഷം പോളിംഗ് ട്രെൻഡ് തുടങ്ങി 40 ആപ്പുകൾ സംയോജിപ്പിച്ചാണ് ECI നെറ്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും വയോധികർക്കും പ്രവാസികൾക്കും നേരിട്ട് വരാതെ തന്നെ ഹിയറിംഗ് നടത്താൻ സൌകര്യമൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഈ സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ സഭാ സമ്മേളനമാണ് ചേരുന്നത്. വിശദാംശങ്ങളിലേക്ക്. 33 ദിവസത്തെ നിയമസഭാ സമ്മേളനം മാർച്ച് 26 വരെ 3 ഘട്ടമായാണ് നടക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനത്തിന് തുടക്കമാകും. ഈ മാസം 22, 27, 28 തീയതികളിൽ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ധനമന്ത്രി KN ബാലഗോപാൽ ഈ മാസം 29-ന് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. ഫെബ്രുവരി 2 മുതൽ 4 വരെ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും നടക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 29ാമത് ദേശീയ യുവോത്സവത്തിന്റെ ഭാഗമായി ഈ മാസം 9 മുതൽ 12 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ കേരളത്തിൽ നിന്നും 35 പേർ പങ്കെടുക്കും. ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സംഘാംഗങ്ങൾക്ക് തിരുവനന്തപുരം ലോക് ഭവനിൽ നാളെ വൈകിട്ട് 6 മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ യാത്രയയപ്പ് നൽകും. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് കേരള എക്സ്പ്രസിലാണ് ഇവർ യാത്ര തിരിക്കുന്നത്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം ഡൽഹിയിലെ വായുഗുണനിലവാരം മോശം വിഭാഗത്തിൽ തുടരുന്നു. ഇന്ന് രാവിലെ ശരാശരി വായുഗുണനിലവാര സൂചിക 298 രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് അന്താരാഷ്ട്ര ബ്രെയിലി ദിനം. കാഴ്ചപരിമിതിയുള്ളവരുടെ മനുഷ്യാവകാശങ്ങൾ, വിദ്യാഭ്യാസം, സാമൂഹിക ഉൾച്ചേരൽ എന്നിവയിൽ ബ്രെയിലിയുടെ സുപ്രധാന പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ബ്രെയിൽ ലിപിയുടെ ഉപജ്ഞാതാവായ ലൂയി ബ്രെയിലിയുടെ ജന്മദിനം ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത്. വ്യക്തികൾക്ക് സ്വാതന്ത്ര്യവും വിവരലഭ്യതയും പ്രദാനം ചെയ്യുന്നതിലൂടെ ശാക്തീകരിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയുമാണ് ലക്ഷ്യം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിൽ ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരോട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിശദീകരണം ആവശ്യപ്പെട്ടു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് അടിയന്തര അന്വേഷണ റിപ്പോർട്ട് നൽകാൻ മന്ത്രി കെ രാജനും നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേലയിലെ US സൈനിക നടപടിയിൽ UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം നാളെ. വെനസ്വേല യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാരോട് വിദേശകാര്യ മന്ത്രാലയം. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ECI നെറ്റ് ആപ്പിനെക്കുറിച്ച് ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ ഈ മാസം 22 വരെ സമർപ്പിക്കാം. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. സംസ്ഥാന ബജറ്റ് ജനുവരി 29-ന്. കാഴ്ച പരിമിതരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് അന്താരാഷ്ട്ര ബ്രെയിലി ദിനം. ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.